എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് 4 മണി പലഹാരമായും ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു മെഷറിംഗ് കപ്പിന് നമുക്ക് മൈദ എടുക്കാം. ഞാൻ ഈ കപ്പിന് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. മധുരം കൂടുതൽ വേണ്ടവർക്ക് അല്പം കൂടി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയുമേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു സബോളയുടെ പകുതി കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. വീണ്ടും ഞാനിതിലേക്ക് ഒരു പച്ചമുളക് കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഒരുപാട് വേണ്ട. പിന്നെ ഞാനൊരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ ഹെൽത്തിയുമാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമായ ഒരു പലഹാരമാണ്. ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നെയ്യോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഞാൻ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഈ മുട്ട കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ കഴിക്കുകയില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ മുട്ട ചേർത്ത് കൊടുത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയാണ് ഈ പലഹാരം. അതുപോലെ തന്നെ മുട്ട കഴിക്കാത്ത കുഞ്ഞുങ്ങൾ മുട്ട കഴിക്കുകയും ചെയ്യും. ഇനി ഞാനിത് കുഴയ്ക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് തേങ്ങാവെള്ളമാണ്. ഇതൊരല്പാൽപമായി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് കുഴച്ചതിന് ശേഷം പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഒരല്പം തേങ്ങാവെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഒരുപാടങ്ങ് നീണ്ടു പോകരുത്. നന്നായി തന്നെ കുഴച്ചെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടൻ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഒരല്പം തേങ്ങാപ്പീരയാണ്. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന തേങ്ങയാണ്. തേങ്ങ എത്രയധികം ചേർക്കാമോ അത്രയും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഇതിനാവശ്യമായ തേങ്ങ ചേർക്കുന്നുണ്ട്. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഈ പാൻ ചൂടാകുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നിങ്ങൾക്ക് ഈ സമയം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഈ നെയ്യ് ചേർത്തുണ്ടാക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്.
ഇനി നമുക്കിതിലേക്കൊരു ഉരുളയുടെ വലിപ്പം എടുത്ത് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായി പരത്തിയെടുക്കണം. കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിതിവിടെ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എനിക്ക് കുവൈറ്റിൽ തയ്യലായിരുന്നു. ആ സമയത്ത് ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണിത്. അവിടുത്തെ മാമായുടെ മക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അവർ വന്ന് ഞങ്ങളോട് കയറി ഇറങ്ങി വന്ന് വാങ്ങിച്ച് കഴിക്കും. എൻ്റെ കൂടെ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള 3 പെൺപിള്ളേരും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ അവർ ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ മാമ പറയും പിള്ളേർക്കും ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. നല്ല ടേസ്റ്റാണിത്. അറബ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, അവിടെ അറബികളുടെയൊക്കെ വീടുകളിൽ വാങ്ങിക്കുന്ന ചാക്ക് കണക്കിന് കൊണ്ട് മൈദയൊക്കെ കൊണ്ട് ഇറക്കിയിടുക. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തരും, ഞങ്ങളത് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണിത്. പഞ്ചസാരയൊക്കെയാണ് വലിയ ജാറിനെ കൊണ്ട് ഇറക്കുന്നത്. അതുകൊണ്ട് നമുക്കിഷ്ടം പോലെ എടുക്കാം. മുട്ടയൊക്കെ ആണെങ്കിലും ധാരാളമുണ്ട്, അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തതാണ്. അടുത്തതും ഇതുപോലെ തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം. കുവൈറ്റ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മാമായും ബാബായും മാമയുടെ മക്കളും ഒക്കെ നല്ല ഫാമിലിയായിരുന്നു. എല്ലാവരും നല്ല ഫാമിലിയായിരുന്നു. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായി പരത്തിയെടുക്കാം. ഇനി ഇതിവിടെ നിന്നൊന്ന് വേകട്ടെ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോൾ പിന്നെ മറ്റൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഓർത്തൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയേക്കാമെന്ന്. ഇത് കണ്ട നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ട നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ തന്നെ കണ്ടോ. മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ നന്നായിട്ടിത് കഴിക്കും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ 4 മണി പലഹാരം വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനും ഇത് നല്ലതാണ് കേട്ടോ. അടുത്തതും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതും ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും സമയമേ ഇതിനെടുക്കത്തുള്ളൂ. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ അടയ്ക്ക്. ഇതിൽ ഇഞ്ചിയും പച്ചമുളകും സബോളയും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇത് കഴിക്കാത്തവരും കഴിച്ചു പോകും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.